ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ കലോത്സവം കൊല്ലത്ത് മാർച്ച് 2-ാം വാരത്തിൽ നടക്കാൻ പോവുകയാണ്. വിദൂര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. പക്ഷേ അത് ഒരു വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ നടപ്പ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ മികവുറ്റ രീതിയാണ് അക്കാദമിക് രംഗത്തും അക്കാദമികേതര രംഗത്തും പരിപാലിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് പഠനാനുഭവങ്ങളുടെ കൂട്ടത്തിൽ കലാ, സാഹിത്യ, സ്പോർട്സ് വിഷയങ്ങളിൽ അവരുടെ പ്രതിഭ അവതരിപ്പിക്കാനും പ്രതിഭയെ പരിപോഷിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും അതിനെ അംഗീകരിക്കാനുമുള്ള ശ്രമങ്ങൾ സർവകലാശാല മുന്നോട്ട് വെക്കുന്നത്. ഇത് സർവകലാശാലയുടെ ഒരു വലിയ പ്രതിജ്ഞയുടെ ഭാഗമാണ്. വിദ്യാർത്ഥികൾ, വിദൂര വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികളും ക്ലാസ് മുറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം അതിൻ്റെ ഒരു സാധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്ന ഈ കലോത്സവം കൊല്ലത്തിന് ഒരു അനുഭവമായിരിക്കും. സർവകലാശാലയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അധ്യായമായിരിക്കും. സർവകലാശാലയുടെ കലോത്സവം, അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ സംഘാടകർ, കൊല്ലത്തെ നാട്ടുകാർ, അവർക്കൊക്കെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ.